അങ്ങനെ ഭീഷണി നടത്തുന്ന BJP RSS ശക്തികൾ അവർ ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല. ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന CPM-ഉം വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇവിടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. പക്ഷെ ആ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തന്റെ കുട്ടിയെ ഹിജാബ് ഇല്ലാതെ തന്നെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? നോക്കൂ, ഇവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞളിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ, അതായത് SDPIയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബി ഈഡൻ. എന്നിട്ട് അവിടെ ഒന്ന് പറഞ്ഞത് എന്താ? ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആരാന്ന് പറഞ്ഞേ? വേറെ ആരൊക്കെയാണ്? SDPIയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബി ഈഡൻ. ഈ SDPI കോൺഗ്രസിനെ ഇപ്പോൾ മൂടി. ഇതേ SDPI തന്നെയാണ് ഈ മന്ത്രിയെയും ഇപ്പൊ മൂടിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ആ കുട്ടിയുടെ മുടി ഒന്ന് മറച്ചു എന്നുള്ളത് ജോഷി മയ്യാട്ടിൽ ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് കേരളമാണ്, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. ആ നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ BJPയെയും സംഘപരിവാറിനെയും ഒക്കെ എപ്പോഴും വെള്ളപൂശാനാണ് ബഹുമാനപ്പെട്ട ഫാദർ തയ്യാറാകുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നാമതായി ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെയാണ് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ക്രൈസ്തവരെയാണ്, പിന്നീടാണ് കമ്മ്യൂണിസ്റ്റുകളെ പറഞ്ഞിട്ടുള്ളത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുപോലെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും മറച്ചു പിടിക്കുന്നവരല്ലേ നമ്മുടെ നാടിന്റെ മതേതരത്വം തകർക്കുന്നത്? 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ എല്ലാം അവസാനിച്ചു, ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കാര്യമായി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇനിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല സ്കൂളിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇടപെട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നോക്കൂ, ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് മാധ്യമങ്ങളോട് പറയുന്നത്, നോക്കൂ, ആ സ്കൂളിൻ്റെ യൂണിഫോം പോളിസി എന്താണോ അത് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന്. അങ്ങനെയാണ് എങ്കിൽ 2 ദിവസം മുമ്പ് തുടങ്ങിയിരിക്കുന്ന ഈ വിവാദം അതോടുകൂടി കെട്ടടങ്ങേണ്ടതാണ്. 2 ദിവസത്തെ അവധിക്ക് ശേഷം നാളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ കുട്ടി മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ യൂണിഫോം കംപ്ലൈ ചെയ്ത് ആ സ്കൂളിൽ പോയി അതിൻ്റെ പഠനം തുടരേണ്ടതാണ്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണയായി ഇരിക്കുന്ന സമയത്ത് എന്താവശ്യത്തിനാണ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം അത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പറഞ്ഞിട്ടില്ല മഞ്ജുഷ, ഇതൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന് കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് RSSും സംഘപരിവാറും നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, കാസയെ ഉപയോഗപ്പെടുത്തി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന, നമ്മുടെ നാടിനെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഇഷ്യൂകൾ വരുമ്പോൾ തങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാം, തങ്ങൾക്ക് എങ്ങനെ വർഗീയപരമായിട്ടുള്ള ചേരിതിരിവുകൾ ഒന്നുകൂടി വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ള അത്തരത്തിലുള്ള ചിന്തകളോടുകൂടി ഓടിക്കൂടുന്നത് നമ്മുടെ നാടിന് നല്ലതല്ല. അതിൽ പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തു കുട്ടിയുടെ രക്ഷിതാവ്. പക്ഷേ ആ സ്കൂളിന് പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പുറത്തു നിന്നുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഈ സ്കൂൾ അടച്ചിടേണ്ടി വന്നത് 2 ദിവസം? അതുകൊണ്ടല്ലേ ഇത് വലിയ ചർച്ചയായത്? പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? കഷ്ടം. താങ്കൾ ഒരു വൈദികനാണല്ലോ, താങ്കളൊരു ഇട്ടിട്ടിരുന്ന വേഷത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആ കുട്ടിയുടെ പിതാവ്
എൻ്റെ കുട്ടി മതവിശ്വാസം അനുസരിച്ച് കൊണ്ട് പോകണമെന്ന് ഞാൻ ശഠിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ, പള്ളുരുത്തിയിൽ, കേരളത്തിൽ, രാജ്യത്ത് വർഗീയപരമായിട്ടുള്ള ഒരു ചേരിതിരിവുണ്ടാകാൻ എൻ്റെ ഈ ഇടപെടൽ, എൻ്റെ ഈ പിടിവാശി കാരണമാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിനിയുടെ പിതാവിൻ്റെ 1000-ൽ അംശമെങ്കിലും പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ നാടിനോടുള്ള ഒരു ബാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കില്ല. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ അവിടെ ഇടപെട്ട ജനപ്രതിനിധിയുടെ അവിടെ ഉണ്ടായ ആ കോംപ്രമൈസിനോടൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയും. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഉള്ളപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് ആ വിഷയത്തിൽ ജനപ്രതിനിധി എന്നുള്ള രീതിയിലേക്ക് ഹൈബിയുടെയും അതേപോലെ തന്നെ DCC പ്രസിഡന്റൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കട്ടെ, ആ വിഷയം അവിടെ പരിഹരിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലേക്ക് ആ വിഷയത്തെ വീണ്ടും വർഗീയപരമായ രീതിയിലേക്കും നാട്ടിൽ കൂടുതൽ കലുഷിതമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള സംസാരങ്ങൾ ബഹുമാനപ്പെട്ട ഫാദർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കണം. ഫാദർ ജോഷി മയ്യാറ്റിൽ. ശരി, അപ്പോ മതേതരത്വത്തിന്റെ വക്താവായ ശ്രീ നജീബ് റഹ്മാൻ സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മളെ പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? അവിടെ 52 മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. 52 മുസ്ലിം പെൺകുട്ടികൾ ഇതുവരെ ഉയർത്താത്തൊരു പ്രശ്നം കഴിഞ്ഞ ജൂൺ മാസത്തിൽ അവിടെ വന്ന് ചേർന്നിട്ട് ഈ ഒക്ടോബർ 7, 8, 10 തീയതികളിൽ ഉയർത്താനായി ആ പിതാവ് ഉണ്ടാക്കിയ പ്രശ്നത്തെ എന്തുകൊണ്ടാണ് താങ്കൾ ലഘൂകരിച്ച് കാണുന്നത്? എന്താ ഉറക്കം വരുന്നു? നോക്കൂ, ഇതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് കർണാടകയിലെ ഉടുപ്പിയിലും ഉണ്ടായിരുന്നത്. അതായത് സ്കൂളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പുറത്തു നിന്നുള്ള ചില ആൾക്കാർ അവരുടെ പേരൻസിനെയൊക്കെ സ്വാധീനിച്ച് രാഷ്ട്രീയവും വർഗീയവുമായിട്ടുള്ള പല കാരണങ്ങളാലാണ് ഉടുപ്പിയിൽ അന്നുണ്ടായിരുന്ന ഹിജാബ് വിഷയം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് കേരളത്തിലും ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അതിൻ്റെ PTA-യിലുള്ള ആൾക്കാർ ആദ്യത്തെ ദിവസം മുതൽ തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ 4 മാസമായിട്ട് എന്തുകൊണ്ടാണ് അവരുടെ മതത്തിന്റെ അനിവാര്യതയായിരുന്നു ഈ ഹിജാബെങ്കിൽ ഈ വിദ്യാർത്ഥിനി തട്ടമിടാതെ പോയി? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളാണ്. അതിന് മറുപടി പറയേണ്ടത് അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്ന SDPI-ക്കാരുണ്ടെങ്കിൽ അവരാണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ 4 മാസമായിട്ട് ഈ അധ്യയന വർഷം തുടങ്ങിയിട്ട് അവർക്ക് ആ സ്കൂളിൻ്റെ പോളിസി, യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എങ്കിൽ പൊടുന്നനെ എങ്ങനെയാണ് ഇനി മുതൽ എൻ്റെ കുട്ടി ഇങ്ങനെ മാത്രമേ ഇവിടെ വരൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് മതപരമായിട്ടുള്ള ഒരു റൈറ്റായി മാറുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ടുള്ള ഒരു അവകാശമായി മാറുന്നത്? കഴിഞ്ഞ 4 മാസം അവർ ഈ അവകാശങ്ങളെക്കുറിച്ച് അറിയാതെ പോയത് കൊണ്ടാണോ, അതോ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും അവരെ പ്രേരിപ്പിച്ചത് കൊണ്ടാണോ? ഇനി നീ എങ്ങാനും ഈ കഴിഞ്ഞ ദിവസം ഇന്ന് പിതാവിന് മാനസാന്തരം ഉണ്ടായിട്ട് ആൾക്കാരോട് പ്രശ്നത്തിനില്ല എന്നും അവിടുത്തെ സ്കൂളിൻ്റെ യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടു. നല്ലത് തന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോടടക്കം സംസാരിക്കുന്ന സമയത്ത് വളരെ അഡമൻ്റായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് എങ്കിൽ ആ പിതാവിനെ അഭിനന്ദിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അഭിനന്ദിക്കാൻ പോലും കഴിയില്ല. കാരണം അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടും തൻ്റെ ഭാഗത്ത് എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണ് എന്നൊരു പക്ഷേ ആരെങ്കിലും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അപഹാസ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. മതേതരം എന്ന് പറയുന്നത് എന്താണ് ശ്രീ മഞ്ജുഷ്? ആരും മതവസ്ത്രം ഉപയോഗിക്കേണ്ട, എല്ലാവരും ഒരേ തരം വസ്ത്രം ഉപയോഗിച്ച് നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാതെ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് ഒരു സ്കൂൾ പറയുന്നതാണോ മതേതരം? അതോ എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ചോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ മതവസ്ത്രം മാത്രം ധരിച്ച് അതിൽ നിന്ന് ഭിന്നയായിട്ടിരിക്കും എന്ന് ഒരു കുട്ടി പറയുന്നതാണോ മതേതരം? മതേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേതാണ്, ആ സ്കൂളിൻ്റെ പോളിസിയാണ്. ആ സ്കൂൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് നിങ്ങൾ മാത്രം മതവസ്ത്രം ഉപയോഗിച്ചോ, പക്ഷേ ഇന്ന മതത്തിൻ്റെ ആൾക്കാർക്ക് ഞാൻ മതവസ്ത്രം അനുവദിക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഈ ആൾക്കാരോടൊപ്പം നിൽക്കും. പക്ഷേ ഇത് അങ്ങനെയാണോ? അവിടെ ഒരാൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ആചാരപരമായിട്ട് ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പല സമയത്ത് അവരുടെ സ്ത്രീകളെ തല മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വസ്ത്രം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്ന് കരുതി ഒരു മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അത് അനുവർത്തിക്കാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ചെയ്യേണ്ടുന്ന കാര്യമില്ല. 100% ഞാൻ യോജിക്കുന്നു.